എങ്ങനെ പോണു സ്റ്റഡീസ് ഒക്കെ? ഉഷാറല്ലേ? നമുക്കിന്ന് ICT-ല് നമ്പർ സിസ്റ്റം ആണ് നോക്കാനുള്ളത്. അപ്പൊ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാല് നമ്മള് ആ ഹോൾ തിയറി ഒന്നും പറയില്ല, ജസ്റ്റ് ഒരു പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മാത്രം. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ PPT-ൽ കണ്ടിട്ടില്ലേ? സോറി, PYQ-ൽ കണ്ടിട്ടില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാല് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, തുടങ്ങിയാലോ? തുടങ്ങാം. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ, ആരും മറക്കല്ലേ. അപ്പോ ICT-ല് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഒരു 2024-ന് ശേഷം ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ഈ നമ്പർ സിസ്റ്റത്തിന്റെ കൺവേർഷൻ. നമ്പർ കൺവേർഷൻ എന്നാണ് നമ്മൾ പറയാ ആ ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യാം, അതായത് വ്യത്യസ്ത തരത്തിലുള്ള നമ്പർ സിസ്റ്റംസ് ഉണ്ട്. അപ്പം ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്നും, ഒരു പെർട്ടിക്കുലർ നമ്പർ സിസ്റ്റത്തിൽ നിന്നും വേറെ ഒന്നിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഹലോ, നിങ്ങൾ മ്യൂട്ടാന്ന് വിചാരിച്ചിരിക്കണ കുറെ ആൾക്കാർ അൺമ്യൂട്ട് ആണ് കേട്ടോ, ഒന്ന് മ്യൂട്ട് ആക്കണേ. മാജിദ പ്ലീസ് മ്യൂട്ട്. ഓക്കെ, അപ്പോ നമുക്ക് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടേഴ്സിന് എപ്പോഴും നമ്പേഴ്സ് മാത്രമേ എന്താവുള്ളൂ, അണ്ടർസ്റ്റാൻഡബിൾ ആവുള്ളൂ. അവർ ഏതെങ്കിലും തരത്തിലുള്ള ലെറ്റേഴ്സോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ഒന്നും തന്നെ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡാറ്റയും നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത്. അതാണ് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്പർ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും 4 നമ്പർ സിസ്റ്റം ആണ് പഠിക്കാനുള്ളത്: ബൈനറി, ഒക്ടൽ, ഡെസിമൽ, ഹെക്സാഡെസിമൽ. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ ഇഷ്ടം പോലെ കാണുന്ന ഒരു നമ്പർ സിസ്റ്റം ആണ് കോഷണറി, അതും കൂടെ നമ്മൾ പറയും. പിന്നെ 4 ബേസ് നമ്പേഴ്സിനാണ് ഈ കോഷണറി എന്ന് പറയാം. പിന്നെ ചില ക്വസ്റ്റ്യൻസിൽ 3, 5, 6 ഇങ്ങനെയൊക്കെയുള്ള ബേസും കണ്ടിട്ടുണ്ട്. ഏത് ബേസ് ചോദിച്ചാലും പ്രോസസ്സ് സെയിം ആണ്. അപ്പൊ നിങ്ങൾ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് നമ്പർ സിസ്റ്റവും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ? അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബേസ് 2 ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ 0, 1 എന്ന് പറയുന്ന 2 ഡിജിറ്റ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓരോ പൊസിഷനും 2 എന്ന് പറയുന്ന നമ്പറിന്റെ പവർ പൊസിഷൻ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. ഇനി പണ്ട് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിരുന്ന നമ്പർ സിസ്റ്റമാണ് ബൈനറി. അടുത്തതാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് ആണ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ വരിക. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക, ബൈനറി എന്ന് പറയുന്നതിന്റെ ബേസ് എന്താണ്? 2 ആണ്. അതിന്റെ തിയറിറ്റിക്കൽ ആസ്പെക്ട് ഒരുപാടൊന്നും പറയില്ല കേട്ടോ. ബൈനറി എന്ന് പറയുന്നത് 2 ആണ്. ഇല്ല കേട്ടോ, PPT ആപ്പിൽ അവൈലബിൾ അല്ല. സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതൊന്നും സ്ക്രീൻഷോട്ട് എടുക്കണമെന്നില്ല, ഇതൊക്കെ നമ്മുടെ മെറ്റീരിയലിൽ ഉണ്ട്. ഇതിന്റെ പ്രോസസ് ഞാൻ കറക്റ്റ് ജിസാന അൺമ്യൂട്ട് ആണ് കേട്ടോ, ഒന്ന് മ്യൂട്ട് ആക്കാം. അപ്പൊ ബൈനറി, ഹലോ, ഞാൻ പറയണ അങ്ങോട്ടും കേൾക്കില്ല. ജിസാന ടീക്കെ പ്ലീസ് മ്യൂട്ട്. നമുക്ക് നോക്കാം. അപ്പൊ ബൈനറി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 2 ആണ് ഇതിന്റെ ബേസ്. 2 ബേസ് ആയിട്ട് വരുമ്പം 0യും 1ഉം ആയിരിക്കും. ഓക്കേടാ, 0യും 1ഉം ആയിരിക്കും എന്തിൽ വരിക, ഈ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റ്സ്. ഇനി നമ്പർ സിസ്റ്റം 8 ആണ് എങ്കിൽ 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ബേസ് എത്രയാണോ അതിന്റെ തൊട്ട് താഴെയുള്ള നമ്പർ വരെയാണ് എന്ത് വരിക, നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്റിംഗ് നമ്പേഴ്സ് ആയിട്ട് വരിക. ഇതൊന്നും കേട്ടിട്ട് ആരും ബേജാറാവണ്ട, ഇതിൽ നിന്നൊന്നും ഇങ്ങനെയൊന്നും ചോദ്യം ചോദിക്കില്ല. ചോദ്യം ഇതിൽ നിന്ന് വരാറുള്ളത് കൺവേർഷൻ ആണ്. അതെങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ദെൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
ഡെസിമലിന്റെ കേസിലേക്ക് വരുമ്പോൾ വരുന്ന സമയത്ത് നമുക്ക് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ എടുക്കുക. നമ്മൾ പറഞ്ഞല്ലോ എന്താണോ ബേസ് അതിന്റെ തൊട്ട് താഴെയുള്ള നമ്പർ വരെയാണ് വരിക. ഇത് ടോട്ടൽ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും അർജന്റ് കേസ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റാത്തൊരു സ്ഥിതി വരും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പൊ മിക്കവാറും ഇവരെല്ലാരും കൂടെ എന്നെ കൊണ്ടത് ചെയ്യിക്കും. പിന്നെ ഹെക്സാഡെസിമൽ വരുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ബേസ് 16 ആയിരിക്കും. പക്ഷെ നമ്മളിവിടെ 0 മുതൽ 15 വരെയുള്ള നമ്പേഴ്സ് എടുക്കില്ല. പകരം നമ്മൾ എന്താണ് ചെയ്യുക, 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് എടുക്കും. എന്നിട്ട് ബാക്കി എന്ത് ചെയ്യും, ബാക്കി അങ്ങോട്ടേക്കുള്ള നമ്പേഴ്സ്, പിന്നെ 16ലേക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്, 9 കഴിഞ്ഞാൽ പിന്നെ 10 ആണല്ലോ. ഈ 10 മുതൽ 16 വരെയുള്ള നമ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും, എ മുതൽ ലെറ്റേഴ്സ് കൊടുക്കാൻ തുടങ്ങും. മനസ്സിലായോ? ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. ഹെക്സിന്റെ കേസ് മാത്രം പറയാം, ബാക്കിയുള്ളതൊന്നും ഇല്ലടാ. നമ്മൾ എത്രയാണോ അതിന്റെ ബേസ് പറയുന്നത് അതിന്റെ തൊട്ട് മുന്നുള്ള നമ്പർ വരെയാണ് ആ ഡിജിറ്റിൽ വരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് ക്ലിയർ ആവും കേട്ടോ. ഹെക്സയുടെ കേസിൽ വരുന്ന സമയത്ത് ഹെക്സ നമ്പേഴ്സും ലെറ്റേഴ്സും ഉള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ 0 മുതൽ 9 വരെ നമ്മൾ എന്ത് കൊടുക്കും, നമ്പേഴ്സ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 16 വരെയാണല്ലോ ഹെക്സാഡെസിമലിൽ വാല്യൂസ് വരേണ്ടത്. അതായത് 15 വരെയുള്ള വാല്യൂസ് ഉണ്ടായിരിക്കണം. 0 to 15 ആണ് വരേണ്ടത്. അപ്പൊ നമ്മൾ 10ന് എ എന്ന് കൊടുക്കും, 11ന് ബി എന്ന് കൊടുക്കും, 12ന് സി എന്ന് കൊടുക്കും. ഇതിങ്ങനെ കൊടുത്തിട്ട് 15ന് എഫ് വരെയുള്ള ലെറ്റേഴ്സ് കൊടുക്കും. മനസ്സിലായോ? ആടെ എന്തോ തടഞ്ഞു എന്റെ കാലില്. ക്ലിയർ ആയോ? ഇനി ഇത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. പ്രോബ്ലത്തിൽ നിങ്ങളോട് ഏതൊക്കെ നമ്പേഴ്സിന് എന്തൊക്കെ കൊടുക്കുന്നു ഒന്നും ചോദിക്കൂല. നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താന്നുള്ളത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വ്യത്യസ്ത നമ്പർ സിസ്റ്റം നമ്മൾ ഡെസിമലിലേക്ക് മാറ്റുക എന്നുള്ളത് ആദ്യം നോക്കാം. അതായത് ഇപ്പൊ നമ്മൾ ബൈനറി പറഞ്ഞു, ഒക്ടൽ പറഞ്ഞു, ഹെക്സാഡെസിമൽ പറഞ്ഞു, കോഷണറി ഇനി പറയാൻ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്ത നമ്പർ സിസ്റ്റത്തിനെ ഏത് രീതിയിലേക്ക് 10 ബേസ് ചെയ്ത് വരുന്ന നമ്പേഴ്സിനാണ് നമ്മൾ ഡെസിമൽ എന്ന് പറയാം. 10 ബേസ് ചെയ്ത് വരുന്ന നമ്പേഴ്സിലേക്ക് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. 10 ബേസ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്, ആ വാല്യൂയിലേക്ക് ഇത്തരത്തിലുള്ള നമ്പർ സിസ്റ്റത്തിന് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് കൺവേർട്ട് ചെയ്യാം, നമ്മുടെ ബൈനറി നമ്പേഴ്സിനെ എങ്ങനെയാണ് ഡെസിമലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എടുത്തു വെക്കാം കേട്ടോ. 110 മൈക്കൊന്ന് ഓഫാക്കോ. ചോദ്യം ചോദിക്കുമ്പോ മാത്രം പറഞ്ഞാൽ മതി. ബുദ്ധിമുട്ടാണ് കാര്യം. കൈലി മ്യൂട്ട്. അതെ, ഒന്ന് മ്യൂട്ടാണെന്ന് എല്ലാവരും ഒന്ന് ഉറപ്പ് വരുത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ഞാൻ ഈ പണിക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഹെവി ടാസ്ക് ആണ്. അതാണ് പ്രശ്നം. എല്ലാവരും ഒന്ന് മ്യൂട്ടാക്കി ഉറപ്പ് വരുത്തടോ പ്ലീസ്. ഓക്കെ, ഇപ്പൊ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ പോയോ? സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കിയോ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ബൈനറി വാല്യൂ നോക്കിയേ. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ബൈനറി വാല്യൂ തരിക. 10110 ബേസ് 2. ഞാൻ പറഞ്ഞതുപോലെ കണ്ടോ, ബൈനറി ആവുന്ന സമയത്ത് നമ്മൾ ആകെ രണ്ട് വാല്യൂസേ യൂസ് ചെയ്യുള്ളൂ, 0 and 1 അല്ലെ. ഇനി ഇതിനെ നമ്മൾ ഡെസിമലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ബൈനറി വാല്യൂവിനെ സിംഗിൾ വാല്യൂസ് ആയിട്ട് പ്ലോട്ട് ചെയ്യണം. ക്ലിയർ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ പറഞ്ഞു 2ന്റെ പവർ ആയിട്ടാണ് ഈ നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ലാസ്റ്റിലെ നമ്പർ മുതൽ, അതായത് നമ്മുടെ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള നമ്പർ മുതൽ ലെഫ്റ്റ് സൈഡിലേക്ക് 2ന് പവർ കൊടുത്ത് കൊണ്ടുവരണം. ഇവിടെ നോക്കിയേ, ബേസ് 2 അല്ലേ. അപ്പൊ ഫസ്റ്റ് നമ്മൾ 2ന് കൊടുക്കുന്ന പവർ
0 ആയിരിക്കും. ദെൻ 2വിന് കൊടുക്കുന്ന പവർ 1, ദെൻ 2, ദെൻ 3. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സ്ക്വയർ വാല്യൂസ് 0 മുതൽ ഇങ്ങനെ കൂടി കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. അത് മനസ്സിലായോ? എങ്ങനെയാണ് ഈ പവർ കൊടുക്കുന്നത് എന്നുള്ളത്, എന്തിനു കൊടുക്കുന്നു എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് പറയാം. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ആ ബൈനറി വാല്യൂ എഴുതിയിടുക. കണ്ടോ, 1 0 1 1 0. ഇതാണ് ബൈനറി വാല്യൂ. ഇത് ജസ്റ്റ് ആദ്യം എഴുതിയിടുക. എന്നിട്ട് ഓരോ വാല്യൂവിന്റെയും താഴെ 2⁻0. അടുത്തത് ഏത് വരും? 2⁻1. നെക്സ്റ്റ് 2⁻2, ദെൻ 2⁻3, അല്ല then ഞാൻ 2⁻4. അല്ല ഞാൻ വരുന്ന സമയത്ത് ആത്ത ഞങ്ങൾക്ക് ആവശ്യം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് നിങ്ങൾ ഇങ്ങനെ പവർ കൊടുക്കുക. അപ്പൊ എത്ര ഫിഗേഴ്സ് ഉണ്ടോ അത്രയും ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ അതിന്റെ തൊട്ട് താഴെയായിട്ട് 2ന്റെ സ്ക്വയർ പ്ലോട്ട് ചെയ്യുക. അപ്പൊ 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4. ഇനി ഇവിടേക്ക് വാല്യൂസ് കൂടുന്തോറും ഇവിടേക്ക് എന്തായിരിക്കും വരിക? ഇവിടെ ഇപ്പൊ ഞാനൊരു ഒന്നും കൂടെ എഴുതി. ഇതിന്റെ താഴെ എന്തായിരിക്കും വരിക? ചൂടാവല്ലോ. ഇതിന്റെ താഴെ എന്തായിരിക്കും വരിക? 2⁻5. ഇതിന്റെ ഇവിടെ ഒരു 0 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് വരും? 2⁻6. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ബൈനറി കറക്റ്റ് കേട്ട് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾ എല്ലാ നമ്പർ കൺവേർഷനും കൃത്യമായിട്ട് ചെയ്യും. കാരണം എല്ലാത്തിലും പ്രൊസീജിയർ സെയിം ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ബൈനറിയിൽ തന്നിരിക്കുന്ന ഒരു വാല്യൂവിനെ ഡെസിമലിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ ഒരു ഒന്നും കൂടെ ഉണ്ട് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 2⁻7 വരും. ആ പാറ്റേൺ മനസ്സിലായോ? 0 1 2 3 ഇങ്ങനെയാണ് നമ്മൾ 2ന് സ്ക്വയർ കൊടുക്കുക. ബൈനറിയിലുള്ള നമ്പർ ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ ബേസ് എടുക്കുക 2 മാത്രമായിരിക്കും. ക്ലിയർ ആയോ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ആദ്യം ബൈനറി കംപ്ലീറ്റ് പ്ലോട്ട് ചെയ്തു. ദെൻ ബേസ് നമ്മൾ കംപ്ലീറ്റ്ലി സ്ക്വയർ പ്ലോട്ട് ചെയ്തു. ഇനി നമ്മൾ ഈ സ്ക്വയറിന്റെ വാല്യൂ അതിന്റെ താഴെ എഴുതും. അപ്പൊ 2⁻0ന്റെ വാല്യൂ 2⁻2 എന്നല്ല, ഏത് നമ്പറും റൈസ് ടു 0 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. മനസ്സിലായോ? ഇപ്പോ 100⁻0 എന്ന് എഴുതിയാലും അതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ? അതുപോലെ ഇതൊക്കെ അറിയായിരിക്കും കേട്ടോ നിങ്ങൾക്ക്, എന്നാലും ഞാൻ പറയാന്നുള്ളൂ. അതുപോലെ 2⁻1 എന്ന് പറഞ്ഞാൽ ആ വാല്യൂ തന്നെ ആയിരിക്കും. 3⁻1 എന്ന് പറഞ്ഞാൽ 3 തന്നെയായിരിക്കും. 4⁻1 എന്ന് പറഞ്ഞാൽ 4 തന്നെയായിരിക്കും. മനസ്സിലായോ? ഒരു സംഖ്യ ⁻1 എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെ ആയിരിക്കും. ഒരു സംഖ്യ ⁻0 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇനി 2⁻2 എത്രയാണ്? 4. 2⁻3 ഇതാള് ശരിയാ. മറ്റേത് 650 കിട്ടിയപ്പോ തന്നെ 2⁻2. എടാ നിങ്ങളില്ലേ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് മൈക്ക് മ്യൂട്ടാന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അടുത്ത ക്ലാസ്സിന്റെ മുമ്പ് ഇന്ന് തന്നെ തീരുമാനം എടുത്തിട്ട് അടങ്ങുള്ളൂ നിങ്ങള്. അപ്പൊ ഇനി 2⁻4. 2⁻4 എന്ന് പറഞ്ഞാൽ 16 ആയിരിക്കും. നമുക്ക് മാക്സിമം അല്ലേ ഒരു 16 വരെ, ഏറിപ്പോയ ഒരു 32 വരെയൊക്കെ ഉള്ളത് യൂഷ്വലി വരാറുള്ളൂ. അതിൽ കൂടുതലേക്കൊന്നും വരാറില്ല കേട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ തന്നെ. അപ്പം 2⁻4 16 ആണ് എന്നുള്ളത് വരെ ഓർത്ത് വെക്കുക. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണേ? ഒന്നുമില്ലടാ, എല്ലാരും ഒന്ന് മ്യൂട്ടാക്കി എന്ന് ഉറപ്പ് വരുത്തണം. കാരണം മര്യാദയ്ക്ക് ഇരുന്ന് ക്ലാസ് കേൾക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഇങ്ങനെ നമ്മൾ വെറുതെ ഒരാളെ കൊണ്ട് നമ്മളെ തന്നെ ചീത്ത വിളിക്കുന്ന പരിപാടി എടുപ്പിക്കണത്. അപ്പൊ ഇത്രയും പ്രൊസീജിയർ മനസ്സിലായോ? ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ ബൈനറി പ്ലോട്ട് ചെയ്തു. അതിന്റെ താഴെ എന്താണോ ബേസ് അതിന്റെ സ്ക്വയർ ലെഫ്റ്റ് ടു റൈറ്റ് 0 1 2 3 4 എന്നുള്ള രീതിയിൽ പവർ കൊടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഈ പവറിന്റെ വാല്യൂ എഴുതി, താഴെ എഴുതി. 2⁻0 1 ആണ്, 2⁻1 2 ആണ്, 2⁻4 4 ആണ്, 2⁻3 8 ആണ്, 2⁻4 16 ആണ്. ഇനി എന്ത് ചെയ്യണം? ഇനി ഇത്രേ ചെയ്യാനുള്ളൂ. നമ്മൾ ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ബൈനറി വാല്യൂവിനെ താഴെ കൊടുത്തിരിക്കുന്ന വാല്യൂ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 2ന്റെ പവർ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടില്ലേ?
അതിനെ ഈ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 0 ഇൻറ്റു 1 0 തന്നെ. ദെൻ 1 ഇൻറ്റു 2 2 തന്നെ. 1 ഇൻറ്റു 4 4. 0 ഇൻറ്റു 8 0. 1 ഇൻറ്റു 16 16 തന്നെ ആയിരിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെസിമലിലേക്ക് മാറ്റാൻ നമ്മൾ ആകെ ചെയ്യേണ്ടത് ഈ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യാം. അപ്പൊ എന്താന്ന് കിട്ടും? 16 പ്ലസ് 4 പ്ലസ് ഒന്നുകൂടെ പറയാം 2 എന്ന് കിട്ടും. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 22 ഇതിന്റെ ഡെസിമൽ വാല്യൂ. അതായത് ഡെസിമലിലേക്ക് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക, 22 ബേസ് 10. ഒരു വട്ടം കൂടെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് നിങ്ങൾ ബൈനറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ നമ്പർ കൺവേർഷനും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാം. പറയാം. ഒന്നുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഈ 10110 ബേസ് 2 ഇതിനെ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരെ എങ്ങനെയാന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ ആദ്യം അതൊന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. കറക്റ്റ് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കിയേ. നമുക്ക് ബേസ് 2 ഉള്ള വാല്യൂ ഉണ്ട്, ബേസ് 4 ഉള്ളതുണ്ട്, ബേസ് 8 ഉണ്ട്, ബേസ് 16 ഉണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? അസെൻഡിങ് ഓർഡറിലാക്കാനാണ്. ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ അസെൻഡിങ് ഓർഡറിലാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ വാല്യൂവിനെ നമ്മൾ എന്തിലേക്കാക്കണം? ഡെസിമലിലേക്കാക്കണം. അതേപോലെ 4 ബേസ് ഉള്ളതാക്കണം, 8 ബേസ് ഉള്ളതാക്കണം, 16 ബേസ് ഉള്ളതാക്കണം. ഇത് കേൾക്കുമ്പോൾ പേടിക്കേണ്ട, ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ്. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കിട്ടിയിരിക്കുന്ന ഡെസിമൽ വാല്യൂസിനെ അസെൻഡിങ് ഓർഡറിലാക്കണം. ഇങ്ങനെയാണ് മാം ഈ exam ന് 4 question ബേസ് ഉള്ളതും ഇതേപോലെ തന്നെയാണോ ചെയ്യല്? 4ന്റെ എല്ലാ പവർ പ്രോസസ്സ് സെയിം ആടാ. എല്ലാം അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ബൈനറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെക്സ വരെയുള്ളത് കംപ്ലീറ്റ്ലി ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ മാം. 4ഉം 3ഉം 5ഉം ഒക്കെ സെയിം പ്രൊസീജിയർ ആണ്. പോയിന്റ് വരുന്ന സമയത്ത് നമ്മൾ മൈനസ് ആണ് എന്തായിട്ട് വരിക? ടോപ്പിൽ വരിക. അത് പറയാം, പോയിന്റ് എങ്ങനെ വരിക എന്നുള്ളത് പറയാം. അത് നമുക്ക് ഫുൾ ഫിഗർ വരുന്നത് നോക്കിയിട്ട് ഞാൻ പോയിന്റ് പറയാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയോ, ഞാൻ ഒന്നും കൂടെ പറയാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ബൈനറി ആദ്യം നമ്മൾ സിംഗിൾ വാല്യൂസ് ആയിട്ട് പ്ലോട്ട് ചെയ്യും. 10 110 ബേസ് 2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ 1 0 1 1 0 ഇങ്ങനെ സിംഗിൾ വാല്യൂസ് ആയിട്ട് ഇതിനെ പ്ലോട്ട് ചെയ്തു. അതിന്റെ താഴെ നമ്മുടെ ബേസ് എന്താണോ, ബൈനറിന്റെ ബേസ് എന്താണ്? 2. ആ 2ന്റെ സ്ക്വയർ പ്ലോട്ട് ചെയ്തു. സ്ക്വയർ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് 0 മുതൽ ഇങ്ങോട്ടേക്ക്, അതായത് 0 സ്റ്റാർട്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഓരോ പവർ കൂട്ടി കൊണ്ടുവരും. 2 raised to 0, ദെൻ നെക്സ്റ്റ് നമ്പർ ഏതാ? 0 കഴിഞ്ഞാൽ 1 അല്ലേ? അപ്പൊ 2 raised to 1, ദെൻ 2 raised to 2, 2 raised to 3, 2 raised to 4. അങ്ങനെ ബൈനറിന്റെ താഴെ ബൈനറിയിൽ എത്ര വാല്യൂസ് വരുന്നുണ്ടോ അത്രയും നമ്മൾ എന്ത് ചെയ്യും? ബൈനറിയുടെ സ്ക്വയേഴ്സ് പ്ലോട്ട് ചെയ്യും. എന്നിട്ട് ഈ സ്ക്വയർ വാല്യൂ നമ്മൾ കാണും. 2 raised to 0 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏത് സംഖ്യയുടെയും 0 പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഏത് സംഖ്യയുടെയും 1 പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സംഖ്യ തന്നെ ആയിരിക്കും. ദെൻ 2 raised to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 ഇൻറ്റു 2 ആണ്. 2 ഇൻറ്റു 2 4 വരും. 8 വരെ എങ്ങനെയാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2, 2 raised to 3 ആണല്ലോ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 വരും. ഇങ്ങനെ നമ്മൾ എത്ര ബൈനറി വാല്യൂസ് ഉണ്ടോ അത്രയും പവർ കൊടുക്കും. അതിന്റെ വാല്യൂസ് അതിന്റെ താഴെ എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പവർ ഒന്നും എഴുതാണ്ട് മൾട്ടിപ്ലൈ ചെയ്യും കേട്ടോ. ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ബൈനറിയിലെ ഓരോ സിംഗിൾ വാല്യൂസിനെയും താഴെ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ആ സ്ക്വയർ വാല്യൂ വെച്ച് മൾട്ടിപ്പിൾ ചെയ്യും. സോ 0 ഇൻറ്റു 1 അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 0 ഇൻറ്റു 1 0, 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു 4 4, 0 ഇൻറ്റു 8 0, 1 ഇൻറ്റു 16 16. ഈ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം ടോട്ടൽ ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് വരും? 16 പ്ലസ് 4 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 22 എന്ന് നമുക്ക് ഇതിന്റെ ഡെസിമൽ വാല്യൂ കിട്ടും. മനസ്സിലായോ? ബേസ് ബൈനറി ആണെങ്കിൽ എപ്പോഴും 2 ആയിരിക്കും. ഒക്ടൽ ആണെങ്കിൽ 8 ആയിരിക്കും. കോഷണറി ആണെങ്കിൽ 4 ആയിരിക്കും. ഹെക്സ ആണെങ്കിൽ 16 ആയിരിക്കും. ഇനി ക്ലിയർ ആവാത്ത ആൾക്കാർ ടെൻഷൻ ആവണ്ട. നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ പോയിന്റ് ഉള്ള സാധനം എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാൻ പോവാ. അപ്പൊ ഇതേ സാധനം തന്നെ ഞാൻ അവിടെ റിപ്പീറ്റ് ചെയ്യും.
അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും കേട്ടോ. ഇത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ നിങ്ങൾ സമാധാനമായിട്ട് നോക്കിയാൽ മതി. ഓക്കെ, ഇതിന്റെ റെക്കോർഡിങ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. ഞാൻ എടുത്തതല്ല, നശ്വ മാം എടുത്ത ഒരു റെക്കോർഡിംഗ് നിങ്ങളുടെ ആപ്പിൽ ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി പോയിന്റ് ഉള്ള സംഖ്യനെ എന്താ ചെയ്യാൻ നോക്കാം. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ പോയിന്റ് ഉള്ളത്. പോയിന്റ് വരുന്ന സമയത്ത് പോയിന്റ് ഇല്ലാത്ത ഭാഗത്തിന് നമ്മൾ ഇപ്പൊ പറഞ്ഞ സെയിം പ്രൊസീജിയർ ഇതവിടെ നോക്കിയേ. ഇതിനിങ്ങനെ 2 ഭാഗമാക്കുക. ഇത് കണ്ടോ, ഇത് പോയിന്റ് ഇല്ലാത്ത ഭാഗം, ഇത് പോയിന്റ് ഉള്ള ഭാഗം. പോയിന്റ് ഇല്ലാത്ത ഭാഗത്തിന് നേരത്തെ പറഞ്ഞ സെയിം പരിപാടി. 2ന്റെ സ്ക്വയറുകൾ എന്ത് ചെയ്യുക, പ്ലോട്ട് ചെയ്യുക, ആ വാല്യൂസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ വാല്യൂവിനെ കൊണ്ട് ആ വാല്യൂവിനെ മൾട്ടിപ്പിൾ ചെയ്യുക, എല്ലാം കൂടെ ആഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെ. ഇനി പോയിന്റ് ഉള്ള ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ സ്ക്വയർ പ്ലോട്ട് ചെയ്യുന്നത് മൈനസ് വാല്യൂലായിരിക്കും. അതായത് നമ്മൾ എടുക്കുന്ന പവർ മൈനസ് ഫിഗറിലേക്കാണ് പോവുക. ഇവിടെ അതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലായിരിക്കില്ല. കാരണം 0ക്ക് മൈനസും പ്ലസും ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മളത് എവിടെ എടുക്കും, ഇവിടെ എടുക്കും. പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് പോകും തോറും നമ്മൾ എന്ത് ചെയ്യും, മൈനസ് പവർ കൂട്ടി കൊണ്ടുവരും. ഇവിടെ നോക്കിയോ, ഇവിടെ നമുക്ക് 0.0, അത് കഴിഞ്ഞിട്ട് 0, then 1, ഇത്രയും ഭാഗമാണല്ലോ പോയിന്റിന് ശേഷം വരുന്ന ഭാഗം. അപ്പൊ ഇവിടെ നിങ്ങൾ ഇതിന്റെ പവർ എടുത്ത് നോക്കിയേ, 2⁻⁻1, 2⁻², 2⁻3. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇനി ഒരു 0യും ഇവിടെ ഇനി ഒരു 1ഉം ഉണ്ട്. ഈ 0ന്റെ താഴെ 2ന്റെ ഏത് പവർ ആയിരിക്കും വരിക? 0ന്റെ താഴെ 2ന്റെ ഏത് പവർ ആയിരിക്കും വരിക? അതെ, -4 വരും. അത് കഴിഞ്ഞിട്ട് ഏത് വരും? ഇവിടെ -4 വരും, ഇവിടെ -5 വരും. ക്ലിയർ ആയോ? ഇതിനി ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും മൈനസ് അങ്ങനെ പോകും. ഇനി എങ്ങനെയാണ് ഈ 2⁻−1 നമുക്ക് കിട്ടുക? ക്വസ്റ്റ്യൻ എവിടെ മാം? പോയിന്റിലെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇത് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഭാഗം പോയിന്റ് ഉള്ള വാല്യൂസ് ആണ്. ഇത് കണ്ടോ, 0.001. ഈ ഭാഗം എങ്ങനെ ചെയ്യാന്നാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോയിന്റ് ഉള്ള ഏരിയാസിലേക്ക് വരുമ്പം റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ പവർ -1 കൂട്ടി കൊണ്ടുവരും. അപ്പൊ ഇവിടെ നമ്മള് -1, -2, -3, അടുത്തതുണ്ടെങ്കിൽ -4 എടുക്കും, അത് കഴിഞ്ഞിട്ട് -5 എടുക്കും. ഇനി 2⁻−1 എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൈനസ് പോകും. അതായത് 2⁻−1 എന്നുള്ളത് എങ്ങനെ നമ്മൾ എഴുതുക, 1/2 എന്നാണ്. അതെങ്ങനെയാണ് അങ്ങനെ വരിക എന്ന് വെച്ചാൽ അതെങ്ങനെയാണ്, നമ്മളൊരു മൈനസ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, അത്രയും ഭാഗം അതിൻ്റെത് ഡിവിഷനിലേക്കാണ് അത് വരിക. അതാണ് അതിന്റെ കാൽക്കുലേഷൻ. അപ്പൊ നമ്മൾ 2⁻2 എങ്ങനെയാണ് 2 × 2 വരുന്നതെന്ന് ചോദിച്ചാൽ 2⁻2 എന്ന് പറഞ്ഞാൽ 2 × 2 ആണെന്ന് പറയില്ലേ, അതുപോലെ 2⁻−1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതാണോ പറഞ്ഞേ? ഇതാണല്ലോ 2 × 2. ഇതുപോലെ 2⁻−1 എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും. 1/2നെയാണ് നമ്മൾ ഈ 2⁻−1 എന്ന് പറയുന്നത്. രണ്ടും സെയിം ആണ് എന്ന്. അതൊരു നമ്മളിപ്പം കണക്കിൽ 2 × 2 ചെയ്താൽ 4 എങ്ങനെ കിട്ടാന്ന് വെച്ചാൽ അതാണ് മാത്സ്. അതാണ് അതിന്റെ മറുപടി. അപ്പൊ ഇനി 2⁻−2 എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ 2⁻−1 നമ്മൾ പറഞ്ഞു 1/2 ആണ്. 1/2² എന്നാണ് വരിക. മനസ്സിലായോ? അപ്പൊ അത് എന്തെന്ന് വരും? 1/2ന്റെ സ്ക്വയർ എത്രയാ? 4 അല്ലേ? സോ 1/4 വരും. ഇനി 2⁻−3 എത്രയാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും വരിക? 1/2³ വരും. ഇത് എത്രയായിരിക്കും വാല്യൂ? എക്സാക്ട്ലി 1/8 ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ കൊടുത്തിരിക്കുന്ന സാധനം നേരെ നിങ്ങൾ ആ മൈനസ് ഒഴിവാക്കി സ്ക്വയർ ആക്കിയിട്ട് 1ന്റെ താഴെ കൊണ്ടുവന്നിടുക. അത്ര പണിയുള്ളൂ. സിമ്പിൾ അല്ലേ? ഒറ്റ ഒരു സാധനം ബൈനറി മാത്രം പഠിച്ചാൽ മതിട്ടോ. ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയണത് എന്താ പറയുക, നിങ്ങൾ ഇത് ഫോക്കസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ഷടപടേ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ നോക്കിയോ, നമ്മളിവിടെ എന്തെന്ന് കിട്ടി? നമുക്ക്
പോയിന്റിന്റെ ഇപ്പുറത്തേക്കുള്ള ഭാഗം 2^1 1/2 1/2 കിട്ടി. അതുപോലെ 1/2 1/2 നമ്മളത് എക്സാക്റ്റ് ആ വാല്യൂ താഴേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2² എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ദെൻ 1/2³ എന്ന് പറഞ്ഞാൽ 1/8 ആണ്. ഇതിനെ നമ്മൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ 0യ്ക്ക് ശേഷം ഇങ്ങോട്ടേക്കുള്ള വാല്യൂസ് ഉണ്ടല്ലോ, അത് വെച്ച് മൾട്ടിപ്പിൾ ചെയ്യും. അതന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 × 1/8, 0 × 1/4, 0 × 1/2. അപ്പൊ നമുക്ക് ഇവിടെ എന്തെന്ന് കിട്ടി? ഇവിടെ 0 എന്ന് കിട്ടി. ഏത് സംഖ്യ 0 കൊണ്ട് ഗുണിച്ചാലും 0 തന്നെയാണല്ലോ കിട്ടുക. സോ ഇത് 0, ഇത് 0. ഇവിടെ മാത്രം നമുക്ക് 1 × 1/8, 1/8ന്റെ വാല്യൂ പോയിന്റിൽ നമ്മൾ 0.125 എന്നാണ് എഴുതുക. മനസ്സിലായോ? ഇത് കണ്ടുപിടിക്കാൻ സിമ്പിളാ. 1/4 എത്രയാണ്? 0.250. അപ്പൊ 1/8 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിന്റെ പകുതിയായിരിക്കും. സോ 0.125 ഇങ്ങനെ കിട്ടും. ഈ ഒരു സാധനം മാത്രം പഠിച്ചാൽ മതി. ശരിക്കും 1/16 വരെയുള്ളത് വാല്യൂസ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നല്ലതാണ്, എക്സാമിന് ഉപകാരപ്പെടും. സോ 1/8ന്റെ കേസിൽ 0.125 കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗം കൂട്ടുക, അതേപോലെ പോയിന്റിന് ശേഷമുള്ള ഭാഗവും കൂട്ടുക, ഒന്നിച്ചെഴുതുക. നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും? ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗം നമ്മൾ ഫസ്റ്റ് ചെയ്ത് അതേ സാധനം കേട്ടോ. നേരത്തെ എക്സാമ്പിളിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ആ സെയിം വാല്യൂ ആണ്. 10/110. ഇതവിടെ കണ്ടോ? 10/110 സെയിം വാല്യൂ തന്നെയാണ് പോസിറ്റീവ് സൈഡിലേക്ക് വരിക. അപ്പൊ അതിന്റെ വാല്യൂ നേരത്തെ നമുക്ക് കിട്ടിയതാണ് 22. ഇനി നെഗറ്റീവ് സൈഡിലേക്ക് നമ്മൾ എല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? 0.125 എന്ന് കിട്ടി. സോ ടോട്ടൽ നമ്മൾ ഡെസിമൽ വാല്യൂ ചെയ്യുന്ന സമയത്ത് 22.125 എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി നമ്മൾ കോഷണറി ഒക്ടലൊക്കെ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകും. എങ്ങനെയാണ് ആ ബേസ് വരികയെന്ന്. പവർ 2ന്റെ പവർ കണ്ടുപിടിക്കാൻ നല്ല സുഖമല്ലേ? മൾട്ടിപ്പിൾ ചെയ്ത് പോയാൽ മതിയല്ലോ. ഇരട്ടിയാക്കി പോവാ. 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16, 16ന്റെ ഇരട്ടി 32, 32ന്റെ ഇരട്ടി 64, അങ്ങനെ പോയാൽ മതി. അത് സ്പെസിഫിക് വാല്യൂസ് ആണ്, അത് മാറാത്ത വാല്യൂസ് ആണ്. അതായത് 1/1 വരുമ്പോഴാണോ പ്രശ്നം? അതാ ഞാൻ പറഞ്ഞത്, അതൊരു സ്പെസിഫിക് വാല്യൂ ആണ്, അത് മാറൂല. അതായത് 2⁻1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇനി 2⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ആയിരിക്കും. 1/4 എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ 1/2² ആണ് 2⁻2 എന്ന് നമ്മൾ എഴുതുന്നത്. ഇത് രണ്ടും ഒരേ വാല്യൂ ആണ്. സോ 1/4 എന്ന് നേരിട്ട് എഴുതിയാൽ മതി. മാം ഈ 1/2 പ്ലസ് ഇതൊക്കെ പ്ലസ് ചെയ്തിട്ടല്ലേ പിന്നെ ലാസ്റ്റ് ആൻസർ കിട്ടിയത് 0.125? ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ അതിന്റെ കറക്റ്റ് പ്രൊസീജിയർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയാൽ ആദ്യം നമ്മൾ ബൈനറി പ്ലോട്ട് ചെയ്യും, ദെൻ ആ ബേസ് പ്ലോട്ട് ചെയ്യും. ദെൻ ബേസിന്റെ, അതായത് ബേസ് പ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതിന്റെ പവർ ആണെന്നുള്ളത് നമ്മൾ പ്ലോട്ട് ചെയ്യും. അതിനുശേഷം ബേസിന്റെ വാല്യൂ എത്ര എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ പ്ലോട്ട് ബേസ് ചെയ്യുന്ന സമയത്ത് 2⁻1, 2⁻2, 1.25, 1/8 ചെയ്യുമ്പോൾ 1.25 കിട്ടില്ല, 0.125 ആണ് കിട്ടുക. ഒന്നുകൂടെ ചെയ്ത് നോക്കിയേ. 1.25 കിട്ടണമെങ്കിൽ 10/8 ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്ക്വയർ വാല്യൂ പ്ലോട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കും. ഈ സ്ക്വയറിന്റെ വാല്യൂ, അതായത് ഈ സ്ക്വയറിന്റെ വാല്യൂ ആണ് ഇതിന്റെ താഴെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ബൈനറി വാല്യൂവിനെ കൊണ്ട് ഈ വാല്യൂവിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ആഡ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ സ്ക്വയർ കാണണം, പിന്നെ മൾട്ടിപ്പിൾ ചെയ്യണം, ദെൻ ആഡ് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ മാം. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോ ഇത് ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ഒരു നമ്പർ സിസ്റ്റം കൂടെ നോക്കിയാലോ? അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. 10/8. അങ്ങനെ 10/8 കൊടുക്കണത് എന്തിനാ? 1/8 അല്ല ഇവിടെ ചെയ്യാൻ പറഞ്ഞത്. 1/8 ചെയ്യാൻ പറയുമ്പോൾ 1/8 മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോഴല്ലേ നമുക്ക് പോയിന്റിന് ശേഷമുള്ള എക്സാക്ട് വാല്യൂ കിട്ടുള്ളൂ. 1 × 1/8 എടാ, ഇത്ര 1 × 1/8. ഇതെങ്ങനെ ചെയ്യാം? 1 × 1. അപ്പൊ അൾട്ടിമേറ്റ്ലി ഇത് വീണ്ടും 1/8 തന്നെ ആവൂലേ? ഇനി 2 × 1/8 ആയിരുന്നെങ്കിലോ?
2 × 1/8 ആയിരുന്നെങ്കിൽ 2/8 എന്ന് കിട്ടിയേനെ. 2 × 1 ഡിവൈഡഡ് ബൈ 8. മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആയോ? ഇൻറ്റു ചെയ്യാനല്ല പറയണേ. 3 × 1/8 ആണെങ്കിലോ ഒരു 3 ഡിവൈഡഡ് ബൈ 8. ഇങ്ങനെയാണ് വരിക. ക്ലിയർ? അടുത്തത് നോക്കാം. അടുത്ത നമ്പർ സിസ്റ്റം. ഇനി 4 ബേസ് ആയിട്ട് വരുന്ന നമ്പർ സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് ക്വാട്ടേണറി നമ്പർ. അപ്പൊ ഈ ക്വാട്ടേണറി നമ്പറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ബേസ് 4 ആയിരിക്കും. നേരത്തെ നമ്മൾ ബൈനറിയിൽ 2ന്റെ സ്ക്വയർ എടുത്തില്ലേ? അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഏതിന്റെ സ്ക്വയർ എടുക്കും? 4ന്റെ സ്ക്വയർ എടുക്കും. സിമ്പിൾ, സെയിം പ്രൊസീജിയർ. സ്ക്വയർ എടുക്കുന്നത് 4ന്റെ ആയിരിക്കുന്നു മാത്രം. ഇവിടെ നിങ്ങൾ നോക്കിയോ, 123 ബേസ് 4 ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ഇനി എങ്ങനെ ചെയ്യും? ഈ 3ന്റെ താഴെ 4:0, 2ന്റെ താഴെ 4:1, 1ന്റെ താഴെ 4:2. ഇത്ര എടുക്കില്ലേ? ഇനി നമ്മൾ ഈ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കും. 4:0 1 തന്നെയായിരിക്കും. 4:1 4 തന്നെയായിരിക്കും. 4ന്റെ സ്ക്വയർ 16 അല്ലെ? 4 × 4 16 ആയിരിക്കും. ഇനി നമ്മൾ ഈ നമുക്ക് തന്നിരിക്കുന്ന ക്വാട്ടേണറി നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ എക്സാക്ട് ബേസ് വാല്യൂ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പൊ 3 × 1 ഇതിനെ ഇതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യുക. അതിന്റെ നേരെ താഴെ കൊടുത്തിരിക്കുന്ന പവർ വാല്യൂ കൊണ്ട് ഇതാ ഇങ്ങനെയാണ് ഇത് വരിക. ഇതിന്റെ നേരെ കൊടുത്തിരിക്കുന്ന പവർ വാല്യൂ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 1 3 എന്ന് കിട്ടും. 2 × 4 8 എന്ന് കിട്ടും. ദെൻ 1 × 16 എന്ന് കിട്ടും. ഇനി ഇത് 3ഉം കൂടെ ആഡ് ചെയ്യും. നമ്മൾ ബൈനറി ചെയ്ത സെയിം പ്രൊസീജിയർ, ബേസ് വാല്യൂ 4ലേക്ക് മാറുന്നു മാത്രം. മനസ്സിലായോ? അല്ല, ഏത് വാല്യൂവിന്റെയും പവർ 0 വന്നു കഴിഞ്ഞാൽ വാല്യൂ 1 ആയിരിക്കും കേട്ടോ. അത് മറക്കരുത്, പ്രത്യേകിച്ച് നമ്പർ സിസ്റ്റം ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി ഇത് നമ്മൾ 3ഉം ആഡ് ചെയ്യാം. ഇത് 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 27 ആണ് ഡെസിമൽ വാല്യൂ എന്ന് കിട്ടുക. 16 4 20 24 24 3 27. ക്ലിയർ അല്ലേ? ഇനി ഒക്ടൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒക്ടൽ എന്ന് പറഞ്ഞാൽ 8 ബേസ് ഉള്ള വാല്യൂസ്. ഒക്ടൽ ആണെങ്കിൽ എന്ത് ചെയ്യും? പോട്ടെ, ഒക്ടൽ ആവുന്നതിന് മുമ്പ് ഇതിൽ ഫ്രാക്ഷൻ വരുന്നത് എങ്ങനെയാണ് ഞാനൊന്ന് കാണിച്ചു തരാം. സെയിം പരിപാടി കേട്ടോ. നേരത്തെ നമ്മൾ ബൈനറി ചെയ്ത അതേ പരിപാടി തന്നെയാണ് ഇതിൽ ഫ്രാക്ഷൻ വന്നാലും ചെയ്യാം. നോക്കാം. ഇവിടെ നോക്കിയേ, ഇത് കണ്ടോ? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ ഉണ്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ ഉണ്ട്. 0.23. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും മൈനസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ 4⁻⁻1 4⁻². 4⁻1 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 1/4 ആയിരിക്കും. 4⁻2 എന്ന് പറഞ്ഞാൽ 1/4² ആയിരിക്കും. അതായത് എക്സാക്ട്ലി 1/16 ആയിരിക്കും. മനസ്സിലായോ? ഇതോ ആദ്യമൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്ന ആൾക്കാർ ഇപ്പൊ വെറുതെ ഒരു കാര്യമില്ലാണ്ട് അൺമ്യൂട്ട് ആക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. ഓക്കെ, ഇത് കിട്ടിയല്ലോ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? 4ന്റെ ബേസ് നമ്മൾ ബൈനറി ചെയ്ത പോലെ തന്നെ ചെയ്യാട്ടോ. ആദ്യം നമ്മൾ അത് പ്ലോട്ട് ചെയ്യുന്നു, ദെൻ അതിന്റെ താഴെ പവർ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ 4:0 1 ആയിരിക്കും. 4:1 4 ആയിരിക്കും. 4:0 1 ആയിരിക്കും. 4:2 എന്നല്ല, ഏത് സംഖ്യയുടെയും പവർ 0 ആണെങ്കിൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. ക്ലിയർ? അതൊരു എന്താ പറയാ, നമ്മൾ A+ 4:0 നമ്മള് അത് അങ്ങനെ തന്നെയാണോ? 4:0 ഇടുന്നത്? 4:0 എന്ന് പറഞ്ഞാലും 2:0 എന്ന് പറഞ്ഞാലും 3:0 എന്ന് പറഞ്ഞാലും നിങ്ങൾ ഇനി 1000:0 എന്ന് പറഞ്ഞാലും വാല്യൂ 1 ആയിരിക്കും. ഏത് സംഖ്യയുടെയും പവർ 0 ആണെങ്കിൽ വാല്യൂ 1 ആയിരിക്കും. അതല്ല, ബേസ് പ്ലോട്ട് ചെയ്യുമ്പോൾ മാം, ബേസ് പ്ലോട്ട് ചെയ്യുമ്പോൾ പോയിന്റ് 4:1 4:0 ഇടുന്നത് ഒരാള് ചോദിക്കടാ, ബേസ് പ്ലോട്ട് ചെയ്യുമ്പോഴേ 4:1 4:0 ഇടുന്നത് അത് എവിടുന്ന തുടങ്ങണ്ടേ? 4:0 എന്ന് തുടങ്ങണം. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങള് ലെഫ്റ്റ് സൈഡിലേക്ക് പോസിറ്റീവ് വാല്യൂസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ പോസിറ്റീവ് വാല്യൂസ് എന്നുള്ളതല്ല, നമ്മുടെ പോയിന്റിന്റെ ഇങ്ങോട്ടേക്കുള്ള ഭാഗം, അതായത് 10 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 1000
ഡിവിഷൻ വരാത്ത ഭാഗം, അതായത് എക്സാക്ട്ലി ഡെസിമൽ വാല്യൂസ്, ആ വാല്യൂസിലേക്ക് വരുന്ന ഭാഗം നിങ്ങൾ 0യിൽ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ പോയിന്റിന്റെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് -1 എന്നാണ്. മനസ്സിലായോ? അതെ, റൈറ്റ് ടു ലെഫ്റ്റ് നിങ്ങൾ പോകുമ്പോൾ 0 സ്റ്റാർട്ട് ചെയ്യണം. ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് നിങ്ങൾ പോവുക പോയിന്റ് ഉള്ളപ്പോൾ മാത്രമാണ്. അങ്ങനെ പോകുന്ന സമയത്ത് -1 പവർ സ്റ്റാർട്ട് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ 1 അതായത് 4⁻⁻1 എന്ന് പറഞ്ഞാൽ 1/4:1 ആണ്. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 ആണ്. അതേപോലെ 4⁻2 എന്ന് പറഞ്ഞാൽ 1/4² ആയിരിക്കും. സോ അത് 1/16 ആയിരിക്കും. ഇത് രണ്ടും മനസ്സിലായി കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരത്തെ ബൈനറി ചെയ്ത സെയിം പ്രൊസീജിയർ എന്ത് ചെയ്യാ? നമുക്ക് മേലെ തന്നിരിക്കുന്ന വാല്യൂ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് 3 × 1/16 കിട്ടും, 2 × 1/4 കിട്ടും. സോ എന്തെന്ന് വരും? 0.5 ആയിരിക്കും എന്ത് വരിക? 2 × 1/4. അതെങ്ങനെയാന്ന് ചോദിച്ചാല് 2 × 1/4 ഈസ് ഈക്വൽ ടു 2/4 ആയിരിക്കും. 2/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നാ കിട്ടുക? അര അല്ലെങ്കിൽ 0.5 കിട്ടും. ഇതേപോലെ 1/16 ഇത് നിങ്ങൾ വാല്യൂ അറിഞ്ഞിരിക്കണം കേട്ടോ. 1/8 അതേപോലെ 1/16 ഒക്കെ വാല്യൂ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 1/16ന്റെ വാല്യൂ 0.0625 ആണ്. ഇനി ഇവിടെ നമുക്കൊരു 3 ഇല്ലേ? ഈ 3 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1875 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ താഴെയുള്ള എല്ലാ വാല്യൂസും ആഡ് ചെയ്യുക. അപ്പോ 4 + 2 നിങ്ങൾക്ക് 6 എന്ന് കിട്ടും. 0.5 + 0.1875 ചെയ്യുമ്പം 6875 എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി ഇത് ഒക്ടലാണ് വന്നതെന്നുണ്ടെങ്കിലോ? ഒക്ടലിലേക്ക് ഞാൻ സ്ലൈഡ് പോവാണ്ട് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഒക്ടലാണ് വന്നതെന്നുണ്ടെങ്കിലോ ഇവിടെ ആകെ ഒരൊറ്റ ചേഞ്ചേ വരുള്ളൂ. എന്താ വരിക? ഈ 4ന്റെ ബേസ് മാറി പകരം 8 ആകും. അതെ, ബേസ് 8 ആകും. നമ്മൾ സ്ക്വയർ എടുക്കുന്നത് 8ന്റെ സ്ക്വയർ ആയിരിക്കും. മനസ്സിലായോ? ഇപ്പൊ ഈ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പവർ പ്ലോട്ട് ചെയ്യും. ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുമ്പോൾ മൈനസ് വെച്ചിട്ട് പവർ പ്ലോട്ട് ചെയ്യും. അത്രേ ഡിഫറൻസ് ഉള്ളൂ. ഇത് ക്ലിയർ ആണോ? 1875 ഇല്ലേ പോയിന്റ്? അതൊന്ന് പറഞ്ഞുതരും. 1875 കിട്ടിയതാ. ഇവിടെ 4⁻²ന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇൻറ്റു 3 കിട്ടണം. അപ്പൊ നമുക്ക് 4⁻² എന്ന് പറയുന്നത് 1/4² ആണ്. ഈസ് ഈക്വൽ ടു 1/16 ആയിരിക്കും. ഈ 1/16നെ നമുക്കിവിടെ ആദ്യമേ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോഷണറി നമ്പർ ഉണ്ടല്ലോ 3. ഈ 3 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോ 3 × 1/16 കിട്ടും. സോ 3/16 കിട്ടും. ഈ 3/16ന്റെ വാല്യൂ ആണ് 0.1875. മനസ്സിലായോ എങ്ങനെയാ കിട്ടിയത് എന്നുള്ളത്? നിങ്ങൾ ആകെ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് എന്താ അറിയോ? ഈ 4 സ്റ്റെപ്പ്. ആ 4 സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിഞ്ഞാൽ ഏത് നമ്പറിനെ നിങ്ങൾക്ക് ഡെസിമലിലേക്ക് ആക്കാം. പിന്നെ എക്സാമിന് നിങ്ങളോട് ബൈനറി, കോഷണറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ മാത്രമല്ല ചോദിക്കുക. ചിലപ്പോൾ 3 നിങ്ങൾക്ക് ബേസ് കാണാൻ പറ്റും, 5 ബേസ് കാണാൻ പറ്റും, 7 ബേസ് കാണാൻ പറ്റും. ഏത് ബേസ് ചോദിച്ചാലും നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താ? ഇതാ ഇവിടെ പ്ലോട്ട് ചെയ്യുമ്പോൾ ആ വാല്യൂവിന്റെ സ്ക്വയർ അങ്ങോട്ട് പ്ലോട്ട് ചെയ്ത് കൊടുക്കുക. അത്രയും മാറ്റും. ക്ലിയർ ആയോ? അല്ല മിസ്സേ, ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടാവോ? അത്രയും ടൈം ഉണ്ടാവോ നമുക്ക്? അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ടൈം ഒരു വിഷയമാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പം ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണിച്ചു തന്നില്ലേ, 4 എണ്ണവും ചെയ്യേണ്ടി വരും. 4 എണ്ണവും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ, പിന്നെ വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ നമുക്ക് ഒരെണ്ണം കണ്ടിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കിയോ, ഞാൻ ചെയ്യണേ കാണിച്ചു തരാം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കണ്ടോ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂവേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ വേ. ഇതിൽ ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ ഇല്ലടാ. ദിസ് ഇസ് ദ സിമ്പിൾ വേ. അപ്പൊ ഇവിടെ നമുക്ക് ഇനി എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഇവിടെ കണ്ടോ പോയിന്റ് കഴിഞ്ഞിട്ടൊക്കെ ഓരോ സംഖ്യയൊക്കെ വെച്ചിട്ടേ ഉള്ളൂ. അതേപോലെ അങ്ങോട്ടേക്ക് നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഫിഗേഴ്സും ഒക്കെ കുറവാണല്ലോ. നോക്കി നോക്കിയേ, ഇവിടെ നമുക്ക് ഇനി ഇത് ഒരെണ്ണം ചെയ്യാം. 1 0
ടൈം ഒരു പ്രശ്നമായിരിക്കും, പക്ഷെ ഇതൊരു ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ പെട്ടെന്ന് ചെയ്തിട്ട് ഓടി ഇതിലേക്ക് വരിക കേട്ടോ. 0.11 ഇതാണല്ലോ നമുക്ക് തന്നിരിക്കുന്ന എ. ഇനി ഇതിന്റെ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിന്റെ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം റൈറ്റ് സൈഡിലേക്കുള്ളത് എഴുതി പോവാം. ഓക്കെ, ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷെ ദർ ഇസ് നോ അതർ ഓപ്ഷൻ, നമ്മൾ ഇത് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, 2⁻0, ദെൻ എന്ത് വരും, 2⁻1, 2⁻2, 2⁻3, 2⁻4 അല്ലേ. ഇവിടെ 2⁻0 1 വരും, 2⁻1 2 വരും, 2⁻2 4 വരും, 2⁻3 8 വരും, 2⁻4 16 വരും. ആ ഓപ്ഷൻ സി ബൈനറി ഫോമിലല്ല, ഓപ്ഷൻ ബിയും സിയും ഡിയും ഒന്നും ബൈനറിയിലല്ല, പക്ഷെ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യും. അപ്പൊ പേടിക്കണ്ട, നമ്മൾ മാം കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാല് ഇത് 4 നമ്മൾ കൺവേർട്ട് ചെയ്ത് കാണേണ്ടി വരും അല്ലേ? അത് വേണം, അത്രയല്ലേ അത് നമുക്ക് വേണം, ഓർഡർ കിട്ടുള്ളൂ. അതെ അത് വേണം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് അധികം വരാത്ത ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെയല്ല. 2024 ജൂണില് മൊത്തം 21 ക്വസ്റ്റ്യൻസിൽ 18 ചോദ്യപേപ്പറിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. എങ്ങനെ വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻ വരാം. നമ്പർ സിസ്റ്റം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷെ നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പൊ 2⁻1, 2⁻2 പോയിന്റിന് ശേഷമുള്ള വാല്യൂസ് നമുക്ക് എഴുതി നോക്കാം. 1/2 വരും, 1/4 വരും. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, അതുപോലെ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 × 1/4 1/4 തന്നെ കിട്ടും. 1 × 1/2 1/2 തന്നെ കിട്ടും. 1/2ന്റെ വാല്യൂ നമുക്കറിയാം 0.5, 1/4ന്റെ വാല്യൂ അറിയാം 0.25. ഇതാണ് പോയിന്റിന് ശേഷം നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂസ്. ഇനി ഇവിടെയോ 0 × 1 നമുക്കറിയാം എത്രയായിരിക്കും അതിന്റെ വാല്യൂ, 0 തന്നെ ആയിരിക്കും. ബേസിക്കലി ഈ 0 ഉള്ളത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെയല്ലേ കിട്ടുള്ളൂ. ഇനി 1 × 2 2 വരും, 1 × 4 4 വരും. ഇവിടെ വീണ്ടും 0 ആണ്, അത് എഴുതുന്നില്ല. 1 × 16 16 വരും. സോ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 22 പോയിന്റ് അല്ലെ. 16 + 4 20, 20 ഇത് 0 ആണ് കേട്ടോ, 20 അല്ലേ. 16 + 4 20, 20 + 2 22 പോയിന്റ് 0.5ഉം 0.25ഉം ചേർന്നാൽ 0.75 ആയിരിക്കും. സോ 22.75 ആണ് എന്തിൽ വരിക, എന്റെ വാല്യൂ ആയിട്ട് വരിക. മനസ്സിലായോ? നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം പരിപാടി. പിന്നില്ലേ ഇത് നിങ്ങൾ ഒരു 5-6 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പീഡാവും കേട്ടോ, കാരണം ചെയ്യണ പ്രൊസീജിയർ സെയിം ആണല്ലോ. ഇതിങ്ങനെ പെട്ടെന്ന് നിങ്ങൾ ഒരു ക്ലാസ്സിൽ കാണുന്ന സമയത്ത് ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണല്ലോ, ഇത് ഇത്രയും എങ്ങനെ ചെയ്ത് തീർക്കുന്നൊക്കെ ഉള്ള ടെൻഷൻ വരും. പക്ഷെ ടെൻഷൻ ആവണ്ട, ഒരു 5-6 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതെന്താ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയാനുള്ള കാരണം വാല്യൂസ് ഒക്കെ ഭയങ്കര സിമ്പിളാണ്. ഇനി 110 ബേസ് 4 ആണ്, അപ്പൊ ഇവിടെ എന്തെന്ന് വരും, അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കറിയാം 4⁻1 ആയിരിക്കും. ഇവിടെയോ 4:0, 4:1, 4:2 അല്ലേ. ഇനി 1/4 എന്ന് വരും. നമ്മൾ നേരത്തെ പറഞ്ഞു നേരെ തിരിച്ച് മതി. ഇവിടെയോ 1, ഇവിടെ 4:1 എത്ര വരിക, 4. വെരി ഗുഡ്, അതന്നെ, അങ്ങനെ കുറച്ച് സ്പീഡിൽ ചെയ്തൊക്കെ എല്ലാവരും. 4 × സ്ക്വയർ 16 വരും. ഇവിടെ ഈ 0 ഉള്ള ഭാഗം ഇപ്പം തന്നെ നമുക്ക് ഒഴിവാക്കാം. 1/4 നമുക്കറിയാം, നേരത്തെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, 0.25 ആണ് അതിന്റെ വാല്യൂ. ഇനി ഇവിടെയോ, ഇവിടെ നമുക്ക് 1 × 16 16 തന്നെ കിട്ടും, 1 × 4 4 എന്ന് കിട്ടും. സോ 20.25 എന്ന് കിട്ടും. കിട്ടിയില്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഡിസെൻഡിങ് ഓർഡറിലേക്കാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ എല്ലാം കണ്ടുപിടിക്കാണ്ട് ഈ ഓപ്ഷൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത്, പക്ഷെ അതിനേക്കാൾ നല്ല നിങ്ങളെല്ലാം ചെയ്തു നോക്കണായിരിക്കും. കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തെടുത്തോളം ഉള്ള ഒരു പ്രശ്നമാണ്, പോയിന്റിന്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. എന്ന് വെച്ചാൽ 25 പോയിന്റ് ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടതാണ് 625, വേറൊരു വാല്യൂ ഡെസിമലിലേക്ക് ആക്കുമ്പോൾ 25.5, 25.125 ഇങ്ങനെയൊക്കെ തരും. അപ്പോൾ എല്ലാം കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ക്ലിയർ? നമുക്കിനി എന്ത് ചെയ്യാം, അടുത്തത് നോക്കാം.
ഇനി ബേസ് 8. ബേസ് 8 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല, ഇവിടെ ചെയ്ത് നോക്കാൻ പോവാ. കണ്ടോ ബേസ് 8 ഒക്കെ വന്ന സമയത്ത് നിങ്ങൾ കണ്ടോ ഇവിടെ എന്തായി വാല്യൂ ചെറുതായി വരുന്നുണ്ട്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുള്ള ഫിഗേഴ്സ് തരും. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് 8 ആണല്ലോ ബേസ് വരിക. അപ്പൊ ഇവിടെ എന്തെന്ന് വരും 8⁻⁻1 വരും. ഇവിടെയോ 8⁻0 8⁻1 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെ 1/8, ഇവിടെ 1, ഇവിടെ എത്ര വരിക 8 തന്നെ വരും. ഇനി ഇതിനെ ഇതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം വേണ്ടേ? അപ്പോ ഇവിടെ 1/8 × 5 എന്ന് കിട്ടും. ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോടാ. 2 × 1 വരുന്ന സമയത്ത് എന്തെന്നാ കിട്ടുക 2 എന്ന് കിട്ടും. 3 × 8 24 എന്ന് കിട്ടും. ഇനി ഇതെല്ലാം ആഡ് ചെയ്യണം. അപ്പൊ എത്രയെന്ന് കിട്ടും 24 രണ്ടും ഇല്ലേ 26 വരണ്ടേ? അടുത്തോടെ 25 കിട്ടിയത്. അതെ 26.125 ആണ് കിട്ടുക. 125 ആയിരിക്കില്ലല്ലോ, 1/8 അല്ലേ 125. ഇവിടെ ഒരു 5 ഇല്ലേ, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ എത്ര വാല്യൂ കിട്ടണേ? അതെ 0.625 എന്ന് കിട്ടും. പോയിന്റിന് ശേഷമുള്ള ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഫ്രാക്ഷണൽ ഡിഫറൻസിൽ വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റും. അപ്പോ 26.625. ഇപ്പൊ നിങ്ങൾ ക്ലാസ് കേട്ടതിനേക്കാൾ സ്പീഡായില്ലേ ചെയ്യാന്? അതാ ഞാൻ പറഞ്ഞത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആക്ച്വലി 4 പ്രോബ്ലം ഈ കൺവേർഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങളിത് ചെയ്ത് പഠിക്കൂ കേട്ടോ. ഇനി അടുത്തതും കൂടെ ചെയ്തു നോക്കാം. 14 അതും കൂടെ ചെയ്യുമ്പോഴേക്കും ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിയും. ഇവിടെ എന്ത് വരും 16⁻⁻1 വരും. ഇവിടെ എന്താ വരിക 16⁻0 16⁻1. അപ്പൊ ഇവിടെ 1 എന്ന് കിട്ടും. ഒരു 16 തന്നെ. ഇവിടെയോ 16⁻1 ഇതെന്ന് പറയുമ്പോൾ 1/16 എന്ന് വരും. സോ 4 × 1 4 പ്ലസ് 1 × 16 16. ഇവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടി ബൈ ഹാർട്ട്. ഇതിൽ നിങ്ങൾ ആകെ ഈ 1/8 പഠിക്കണം, 1/16 പഠിക്കണം. 1/4 1/2 പിന്നെ എല്ലാവർക്കും അറിയില്ലേ? അത് രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കണേ നന്നായിരിക്കും. കാരണം 16 ബേസ് ചെയ്തിട്ടും 8 ബേസ് ചെയ്തിട്ടും എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് രണ്ടും നിങ്ങൾ അറിഞ്ഞു വെക്കാം. അപ്പൊ ഇനി 1/16 വാല്യൂ എത്രയാണ്? അത് ഇൻറ്റു 6 ചെയ്യണം. സോ 6 / 16 വരിക. അതിന്റെ വാല്യൂ എത്ര കിട്ടണേ 6 / 16 ഓക്കെ 0.375. സോ ഇവിടെ എന്തെന്ന് കിട്ടി? ഇവിടെ കണ്ടോ 20.375. ഈ രണ്ട് വാല്യൂസും നോക്കിയേ എത്രയാകെ ഡിഫറൻസ് ഉള്ളൂന്ന്. 4 കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം അതാണ് കേട്ടോ. ചെറിയ വേരിയേഷൻസിലുള്ള നമ്പേഴ്സ് നമുക്ക് യൂഷ്വലി ഇതിൽ തരാറുണ്ട്. ഇനി ഇതിനൊന്ന് ഓർഡർ ആക്കി നോക്കിയേ. ഡിസെൻഡിങ് ഓർഡറിൽ എന്തായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുക? നമ്പർ സിസ്റ്റം ആക്ച്വലി സിമ്പിൾ അല്ലേ? കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെങ്കിലും ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ഒരു മാർക്ക് കയ്യിലിരിക്കും. ആൻസർ എന്തായിരിക്കും വരിക? 1/16 വാല്യൂ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതെ 0.0625 ആയിരിക്കും. 25 ആട്ടോ, 5 അല്ല 6.25. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. കാരണം ഇവിടെ ഏറ്റവും വലുത് ഏത് വരും? സി വരും 26.625. പിന്നെ ഏത് വരും 22.75. അത് കഴിഞ്ഞാൽ 20.375. ലാസ്റ്റ് ആയിരിക്കും എന്ത് വരിക? തിരിച്ചല്ലേ കിട്ടേണ്ടത്? സി 20.375 അല്ലേ വലുത്? ഓർഡർ തെറ്റിയോ? ഇത് ചെയ്ത് വന്നത് തെറ്റിയോ? ഒരു മിനിറ്റ്. അതിന്റെ പോയിന്റ് വാല്യൂ അത് തന്നെയാണോടാ? കൺഫേം ആണോ? 1/16 ഡിസെൻഡിങ് ആയതുകൊണ്ട് ഓക്കെ റെഡിയാ. എനിക്ക് എന്റെ ഇടയിൽ മാറിയതാ. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലേ? ഓക്കെ. ബി ചെയ്യുന്ന സമയത്ത് 2.5 അല്ലേ? അതാണ് ഞാനും ചോദിച്ചത്. 2.5 ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഓർഡർ ശരിയോ? കാരണം ബി കഴിഞ്ഞിട്ട് ഡി വരണ്ടേ? ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഡിസെൻഡിങ് ആകുമ്പോൾ ഡി കഴിഞ്ഞിട്ടാണ് ബി വരിക. ജസ്റ്റ് 1 മിനിറ്റ്. 2 × 1/4 വരുമ്പം ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനില്ലായിരുന്നോ? അപ്പൊ ആരും പറഞ്ഞില്ലല്ലോ അത്.
ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ മറന്നാലുള്ള പ്രശ്നം. ഇവിടെ 110 അതെ 2.5 അല്ല 5.0 വരിക. കറക്റ്റ്. 110 × 2. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? 1/4. അപ്പൊ എത്രയെന്ന് കിട്ടി? 0.25. ഇതിനെ നമ്മൾ ഇത് വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? 2 × 4 അരാന്ന് കിട്ടും. 50. അപ്പോഴേ ഈ ഓർഡർ കറക്റ്റ് ആവുള്ളൂ. ഇവിടെ 50 എന്ന് വരും. സോ നമുക്ക് എന്ത് കിട്ടും? ബി കഴിഞ്ഞിട്ടായിരിക്കും ഡി വരികയെന്ന് കിട്ടും. ക്ലിയർ ആയോ? ആർക്കെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ബി ഒന്നും കൂടെ ചെയ്ത് കാണിക്കാം. ഒന്നുമില്ല, അവിടെ ആ നേരത്തെ 2 മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പ്രശ്നം. മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നാൽ ആൻസർ തെറ്റും. ഓക്കെ ആണോ? ഓക്കെ, ബി ഒന്നും കൂടെ കാണിക്കാം. പെട്ടെന്ന് കാണിക്കാം കേട്ടോ. 110.25. നമ്മൾ എന്ത് ചെയ്യും? 4:0, 4:1, 4:2. ഇവിടെ ബേസ് വാല്യൂ ഏതാന്ന് കൃത്യമായിട്ട് നോക്കണം കേട്ടോ. അതേ ഇവിടെ പ്ലോട്ട് ചെയ്യാൻ പാടുള്ളൂ, മാറിപ്പോകരുത് കേട്ടോ. ഇനി 4:-1, 2 അല്ലേ ഉള്ളൂ, 5 ഇല്ലല്ലോ. 5 എവിടെ 4:-, ഇല്ല 5 ഇല്ല. ഓക്കെ 5 ഇല്ല. ഓക്കെ, ഇവിടെ 1/4 വരും. ഇവിടെ എന്ത് വരും? 1 വരും. ഇവിടെ 4 വരും. ഇവിടെ എന്തെന്ന് കിട്ടും? 16 ആണല്ലോ 4ന്റെ സ്ക്വയർ, അത് വരും. പിന്നെ ഇവിടെ 2ഉം 1 ആയതുകൊണ്ട് നമുക്ക് ഇത് 2 മാത്രം കൂട്ടിയാൽ മതി. 0 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 തന്നെ കിട്ടുള്ളൂ. സോ ഇത് ഇവിടെ നിർത്തി. ഇവിടെ 20 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതാണല്ലോ ചെയ്യേണ്ടത്. 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. ഈ 0.25നെ നമ്മൾ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നേരത്തെ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോയതാണ്. എന്ത് പറ്റിയത്? 0.25 എഴുതിയിട്ട് ഓർഡർ തെറ്റിയത്. ഇവിടെ 2 കൊണ്ട് 0.25നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 0.50 എന്ന് കിട്ടും. സോ അൾട്ടിമേറ്റ്ലി എന്തെന്ന് കിട്ടും? ബി കഴിഞ്ഞിട്ടാണ് ഡി വരിക. ഡിസെൻഡിങ് ഓർഡറിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകും. സോ ആൻസർ എ ആയിരിക്കും. ക്ലിയർ ആയോ? 0.25 എങ്ങനെയാ? അത് എത്രയായിട്ട് മനസ്സിലാവണില്ല. 1/4ന്റെ 1/4 എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ എത്രയാണ്? ഹരിച്ചു നോക്കിയേ. 1/4ന്റെ വാല്യൂ എത്രയാണ്? ഇതൊന്നുമില്ലടാ, ഇതാണ് ചെയ്യണത്. 1/4. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യും? പോയിന്റ് ഇട്ട് കൊടുക്കും, ഇല്ലേ? എന്നിട്ട് ഇതിനെ 10 ആക്കും. 10ൽ 4 എത്ര വട്ടം പോകും? 2 വട്ടം പോകും. അങ്ങനെയാ? ബാക്കി എത്ര? 2. 20ൽ എത്ര വട്ടം പോകും? 5 വട്ടം പോകും. അങ്ങനെയാണ് ഈ 0.25 കിട്ടുന്നത്. ആ, അതെ, ഓക്കെ. ഡിവൈഡ് ചെയ്താൽ കിട്ടും. ക്ലിയർ അല്ലേ? ഇത് തന്നെയാണ് ആ. കേട്ടോ നമ്മൾ ബാക്കി എല്ലാത്തിനും ചെയ്യണേ. 1/8 പറഞ്ഞാലും നമ്മൾ എന്താ ചെയ്യാ? ഇതിനെ 10 ആക്കും, മേലെ പോയിന്റ് ഇട്ട് കൊടുക്കും, 8 ആക്കും, അങ്ങനെ പോകും. ഇനി അങ്ങനെ അല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള എളുപ്പ പരിപാടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മിസ്സേ, എന്ത്? 1/4 എന്ന് പറയുമ്പോ നമ്മൾ ആ. കാൽഭാഗം എന്ന് പറയുന്നതല്ലേ? അതെ, അത് ആ, തന്നെ അപ്പൊ അങ്ങനെ ചെയ്താ മതിയല്ലോ. മതി. അതാ ഞാൻ ഇപ്പൊ പറയാൻ വന്നത്. ആ, അങ്ങനെ 1/2 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ? അപ്പൊ 1/4 എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതിയായിരിക്കും. സോ 0.25 എന്ന് വരും. ഇനി 1/8 എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തിന്റെ പകുതിയായിരിക്കും? ഇതിന്റെ പകുതിയായിരിക്കും. സോ 0.125 എന്ന് കിട്ടും. ഇതിങ്ങനെ പോകും. ഇതിൽ നിങ്ങൾ 1/2, 1/8, 1/16 വരെ അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾക്ക് 2ൻ്റെത് ചെയ്യാം, 4ൻ്റെത് ചെയ്യാം, 8ൻ്റെത് ചെയ്യാം, 16ൻ്റെത് ചെയ്യാം. 1/8 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 0.25 125 കിട്ടും. ഇതിന്റെ പകുതി. മനസ്സിലായോ? അപ്പൊ നമ്മള് ആദ്യത്തേല് 110 ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മള് 1 × 16 1 × 4 ചെയ്തില്ലേ? 1 × 16, 1 × 4 ചെയ്തു. അങ്ങനെയുള്ള നമുക്ക് 20 കിട്ടിയത്. അപ്പൊ അടുത്ത ഈ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള ഈ 2 നമ്മൾ ചെയ്തപ്പോ നമ്മൾ 4⁻⁻1 പിന്നെ 1/4⁻1 നമുക്ക് 1/4 കിട്ടി. എന്നിട്ട് ഇത് 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ചെയ്യണം. അത് ആദ്യം ചെയ്യാൻ മറന്നുപോയി. അതാണ് ഞാൻ ലാസ്റ്റ് രണ്ടാമത് ചെയ്ത് കാണിച്ചത്. ഓർമ്മയുണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോ 2/4 1/2 അല്ലേ വരിക? അല്ല, ആദ്യം ഞാൻ ചെയ്തപ്പം 0.25 എന്നാണ് എഴുതിയത്. പിന്നെ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തല്ലോ. 2 × 0.25 ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 0.50 എന്ന് കിട്ടി. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഞാൻ 25 പൈസ, അത് തന്നെ 25 പൈസ, 50 പൈസ, 75 പൈസ, സെയിം. ആ പാറ്റേൺ തന്നെ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഓക്കെ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ പഠിച്ചത് എന്താ? എല്ലാ വാല്യൂസിനെയും എങ്ങനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത സെഷനിൽ എന്ത് നോക്കാം?
ഈ ഡെസിമൽ വാല്യൂസിനെ എങ്ങനെ ഈ സിസ്റ്റത്തിലേക്ക് മാറ്റാന്നുള്ളതും കൂടെ നോക്കാം. കാരണം ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഡെസിമലിലേക്ക് മാറ്റാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലുള്ള മെച്ചം, ഡെസിമലിലേക്ക് മാറ്റിയിട്ടുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യേ സബ്സ്ട്രാക്ട് ചെയ്യേ ഒക്കെ ചെയ്യാം. അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഓക്കെ അല്ലേ? അപ്പോ ഇതിൽ ഇനി ആർക്കും പ്രത്യേകിച്ച് സ്ലൈഡ് ഒന്നും കാണണ്ടല്ലോ. മിസ് Okay. സ്ലൈഡ് മിസ്സേ ഒന്നുകൂടെ കാണിക്കോ? മിസ്സേ മിസ് സ്ലൈഡ് എല്ലാം ഫസ്റ്റും ഒന്നുകൂടെ സെക്കൻഡ് കാണിക്കോ? സ്ലൈഡ് ഒന്ന് കാണിക്കോ? ഇതാണ് ഫസ്റ്റ് സ്ലൈഡ്. നിങ്ങൾ ഈ കറക്റ്റ് ഈ പ്രൊസീജിയർ അറിയണമെന്നുണ്ടെങ്കിൽ എടുത്തു വെച്ചോളൂ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാല് എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നിങ്ങൾ 1-2 ക്വസ്റ്റ്യൻ എടുത്ത് നോക്കണം കേട്ടോ. 2024 ജൂണില് അത്യാവശ്യം നല്ല പോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ. ഇതിന്റെ മുന്നേ മിസ് സെക്കൻഡ് കാണിച്ചില്ലേ സ്ലൈഡ് കൂടെ സ്ലൈഡ്? കാണിക്കോ? ഏതാണാ നിങ്ങൾ ചോദിക്കണ? ആ ബേസ് അറിയാൻ വേണ്ടിയിട്ടാണോ? ആ ബേസ് അറിയാൻ വേണ്ടിട്ടാ തന്നെ. ഓക്കെ. ഇതാണ് ഹെക്സന്റെ വരിക. ആ ഇതന്നെ. ഇതിന്റെ മുന്നേ ഒന്നുകൂടി ഇല്ലേ? കാണിക്കാം. മാത്സ് ICT മാത്രല്ല റിസർച്ചിൽ ചോദിക്കുന്നുണ്ട്. അതിന് വേറൊരു സെഷൻ നമുക്ക് വെക്കാം. മിസ് അടുത്ത കൂടി കാണിക്കോ? ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനാ. ഓക്കെ. ഇതന്നെയാണോ? അതന്നെ. ഓക്കെ, താങ്ക് ഓക്കെ. അപ്പൊ ശരി. എന്നാൽ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലത്തിന്റെ സെഷൻ. അടുത്ത സ്ലൈഡോട് കാണിക്കോ? നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ് അല്ലാത്ത ഇതാണോ അതോ പോയിന്റ് ഉള്ളതാണോ? അടുത്തത്. ഓക്കെ. ഇതൊരെണ്ണം എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ബാക്കി സെയിം തന്നെയാണ് വരിക. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ഐഫർസത്തിൽ എടുക്കാം. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാൻ തന്നെ എടുക്കാൻ. ഓക്കെ. അപ്പൊ ശരി. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, Miss.